ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ്. എൻ്റെ മൊബൈലിൽ ആ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ എല്ലാ സാംസങ് മൊബൈലിലും ആ ഒരു സിസ്റ്റം കാണുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറയിലും സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനിലാണ് ഉള്ളത്. അതിൽ നിന്നും നമുക്ക് വീഡിയോയുടെ സെക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും ഇവിടെ രണ്ട് ക്യാമറ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ഓപ്ഷൻ ഇവിടെ എവിടെയും ഇല്ല. ഇവിടെ തന്നെ താഴെ മോർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഡയറക്ടേഴ്സ് വ്യൂസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ക്യാമറ ഒരുമിച്ച് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്യാമറ, അതായത് ഫ്രണ്ടും ബാക്കും ക്യാമറയും ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തും കൈകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും സെറ്റിങ്സിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇനി അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ സെറ്റിങ്സിൽ ഇല്ല എങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ രണ്ട് പെർമിഷൻ നമുക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പെർമിഷൻ ഗ്രീൻ ആണ് ഇവിടെ കാണിക്കുന്നത്. താഴെ കാണുന്ന ആ ഒരു എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് പോകും. ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാമറ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. അതിനുശേഷം ഇവിടെ മൈക്രോഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള ഭാഗത്തേക്ക് നിങ്ങളൊന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡാകും. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ വൈഫൈയും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും നിങ്ങൾ ഓഫിൽ വെച്ച് കൊടുക്കുക. കാരണം ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. ആ പരസ്യം ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ക്യാമറയുടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, മുകളിൽ കാണുന്ന ആ ഒരു ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്യാമറ ഒരേ സമയത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ രണ്ട് ക്യാമറ ഒരുമിച്ച് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇത്. ഓക്കെ, ഇവിടെ നമുക്ക് റെക്കോർഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മുകളിൽ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. താഴെയും അതുപോലെ ഞാൻ കൈകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോൾഡറിലാണ് ഈ ഒരു വീഡിയോ ഉണ്ടാകുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇവിടെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറി നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വൺസ് കൊടുക്കുക. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിൽ ഇത് സേവ് ആകുകയും ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗാലറിയിൽ ഇത് സേവ് ചെയ്ത് കാണാനും സാധിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയുടെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നല്ല ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.